Hi everyone, welcome to Prepwise. നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ PGCUT കെമിസ്ട്രിയുടെ PGCUTയിൽ മാക്സിമം സ്കോർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അതിന്റെ സ്ട്രാറ്റജി ഒക്കെയാണ് നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സാം അടുത്ത് വരാറായി, എല്ലാവർക്കും അതിന്റെ ടെൻഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സാമിന് എങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എക്സാമിന് ഫേസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട എക്സാമിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ, അതായത് എങ്ങനെയാണ് എക്സാം, ആരാണ് എക്സാം നടത്തുന്നത് എന്നൊക്കെയാണ്. ഇപ്പൊ നമുക്കറിയാം ഈ പ്രാവശ്യത്തെ CUT നടത്തുന്നത് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ അവരാണ് ഇപ്രാവശ്യത്തെ CUT നടത്തുന്നത്. ഇനി എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഓഫ് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എല്ലാം MCQ ക്വസ്റ്റ്യൻസ് ആണ്. അത് 2 പാർട്ടായിട്ടാണ് ഈ 100 ക്വസ്റ്റ്യൻസ് ഉള്ളത്. പാർട്ട് എയിൽ നമുക്ക് ലാംഗ്വേജ് കോംപ്രഹെൻഷനും വെർബൽ എബിലിറ്റി, നമ്മുടെ ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ലോജിക്കൽ സ്കിൽ, അതൊക്കെ വരുന്നത് പാർട്ട് എ എന്ന് പറയും. ഈ പാർട്ട് എയിൽ 25 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്, അതിൽ പാർട്ട് എയിൽ 25 MCQ ക്വസ്റ്റ്യൻ. ആൻഡ് പാർട്ട് ബിയിലാണ് നമ്മുടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. ഡൊമൈൻ ലോങ് കംപ്രൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പാർട്ട് ബിയിലാണ് വരിക. അത് 75 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ പാർട്ട് ബിയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു 100 ക്വസ്റ്റ്യൻസ് ടോട്ടൽ, അതിൽ 25 ക്വസ്റ്റ്യൻസ് പാർട്ട് എ, 75 ക്വസ്റ്റ്യൻസ് പാർട്ട് ബി. പാർട്ട് ബി ആണ് നമ്മുടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിനെല്ലാം കൂടെ ടോട്ടൽ ഓഫ് 2 hours ആണുള്ളത്. ഈ 100 ക്വസ്റ്റ്യൻസിന് 2 hours, അതായത് 120 minutes. മീൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യന് ഒരു 1 minute മുകളിൽ ടൈം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ എക്സാം പാറ്റേൺ. ഇനി എക്സാമിന് നമ്മൾ ഓരോ കറക്റ്റ് ആൻസറിനും, നമ്മുടെ ഈ 100 MCQ ക്വസ്റ്റ്യൻസിൽ നമ്മളുടെ ഓരോ കറക്റ്റ് ആൻസറിനും നമുക്ക് 4 മാർക്ക് കിട്ടി. ഇനി നമ്മളുടെ ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും, -1 മാർക്ക് കിട്ടും. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അറിയില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്യരുത്. കാരണം ഇത് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് മീൻസ് ഓരോ മാർക്കും നമുക്ക് വാല്യുബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം 1 മാർക്കിന്റെ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് ടെസ്റ്റുകൾക്ക് 1 മാർക്കിന്റെ വ്യത്യാസത്തിൽ തന്നെ നല്ല റാങ്ക് വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അറിയില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്, കാരണം നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സിലബസ്, എക്സാമിന്റെ സിലബസ് എന്താണ്. അത് NTA സൈറ്റിൽ NTA കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ക്ലാസ് തുടങ്ങുമ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സിലബസ് ഇതൊക്കെയായിരുന്നു. അപ്പൊ ഇനോർഗാനിക് കെമിസ്ട്രി നമുക്കറിയാം, ഇനോർഗാനിക് കെമിസ്ട്രി കുറെ തിയറീസ് ആണ് കുറെ ഉള്ളത്. ലൈക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കൂടുതലും ഇനോർഗാനിക് കെമിസ്ട്രിയിൽ SPDF ബ്ലോക്ക് ഒക്കെ നമുക്ക് എടുത്താൽ അറിയാം, കൂടുതൽ തിയറീസ് ആണ് വരുന്നത്. അപ്പൊ ഇനോർഗാനിക് കെമിസ്ട്രി നമ്മൾ കുറെ തവണ വായിച്ചിട്ട് വേണം. ഒരു ബൈഹാർട്ട് അടിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറെ തവണ വായിച്ചാലേ നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ കുറെ തവണ, നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചാൽ നമുക്കത് ഓർമ്മ ഉണ്ടാവുന്നില്ല. കാരണം ഒരുപാട് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ലൈക്ക് തിയറി ഫുൾ, അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു തിയറി ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിൽ കുറെ എക്സെപ്ഷൻസ്, അതിന്റെ കുറെ എക്സാമ്പിൾ, ഇങ്ങനെ കുറെ എക്സെപ്ഷൻസും ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി നമ്മൾ തറവായി നല്ല പോലെ കുറെ തവണ, നമ്മൾ എത്ര സമയം കിട്ടുന്നു അത്രയും തവണ വായിച്ച് വേണം പഠിക്കാൻ. പിന്നെ ഉള്ളത് ഫിസിക്കൽ കെമിസ്ട്രിയാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്കറിയാം തിയറി കുറവാണ്, കൂടുതലും ഫിസിക്സ് പോലെ ഇക്വേഷൻസ് ആണ്. തിയറി കുറവും ഇക്വേഷൻസ് കൂടുതലാണ്. അപ്പൊ ഇക്വേഷൻസ് നമുക്ക് നമ്മൾ മനസ്സിലുണ്ടാവണം. അത് നമുക്ക് എന്തായിട്ടുണ്ട്, നമ്മൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടാവും. ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ടിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിങ്ങനെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഇക്വേഷൻസും പറയാൻ പറ്റുന്നുണ്ടോ, അത് എവിടെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ഓരോ തവണയും നിങ്ങൾ എടുത്തു നോക്കുക. ഓക്കെ, ഇക്വേഷൻസ് നമുക്ക് ഒരു പ്രാവശ്യം പഠിച്ചാലൊന്നും ചിലപ്പോൾ ചിലർക്ക് ഓർമ്മയിൽ നിൽക്കില്ല, ചിലപ്പോൾ ചിലർക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ മതിയാവും, എല്ലാ ഇക്വേഷൻസും ഓർമ്മയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാം കഴിയുന്നതും എത്ര തവണ റിവിസിറ്റ് ചെയ്യാൻ പറ്റും അത്രയും തവണ റിവിസിറ്റ് ചെയ്യുക. കാരണം നമ്മളുടെ മനുഷ്യന്മാരാണ്, മറക്കും. അപ്പോൾ നിങ്ങൾ എത്രയും തവണ റിവിസിറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ റിവിസിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് പോലെ നമ്മളിങ്ങനെ ചെറിയ നോട്ട് പാഡിൽ ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് അവസാനം നമ്മൾ ഇക്വേഷൻസ് ഒക്കെ നോക്കൂലേ. അല്ലെങ്കിൽ നമ്മള് ചിലർക്ക് ഇങ്ങനത്തെ ശീലങ്ങളുണ്ടാവും, രാവിലെ എണീക്കുമ്പോൾ നോക്കുക, പിന്നെ രാത്രി കിടക്കുമ്പോൾ നോക്കുക, അങ്ങനെ പലർക്കും പല ശീലങ്ങളാവും. ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ, അപ്പോൾ മാക്സിമം നിങ്ങൾ അതൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പഠിക്കുന്ന രീതി വെച്ചാൽ അങ്ങനെ നോക്കുക. അപ്പോൾ മാക്സിമം റിവിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾ കൂടുതൽ ടൈംസ് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലാണെങ്കിൽ കൂടുതൽ കൺസെപ്റ്റ്സ് ആണ് വരുന്നത്, കുറെ കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ
ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരുവിധം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഫിസിക്കൽ കെമിസ്ട്രിയിലാണെങ്കിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് മിക്കവാറും പ്രോബ്ലംസ് ആണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് വരിക. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഇക്വേഷൻ അറിഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ ആൻസർ കണ്ടെത്താവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക മിക്കവാറും. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലാണെങ്കിൽ കൂടുതൽ കൺസെപ്റ്റ്, ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രിയിലാണെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വല്ല തിയറി മീൻസ് നമ്മുടെ പി ബ്ലോക്ക് എന്ന് പറയുന്നതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ബൈഹാർട്ട് അടിക്കുന്ന പോലെ കുറെ തവണ വായിച്ചാൽ നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ. ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറെ കൺസെപ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലുണ്ടാവും. എല്ലാം മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് നമുക്ക് എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇപ്പൊ ഈ സോൾവ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അതിൽ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഫിസിക്കൽ ആണെങ്കിൽ ഇക്വേഷൻ ഒക്കെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ഇനി ഇക്വേഷൻ നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെറുതെ ആൻസർ നോക്കിയിട്ട് അത് ഓക്കെ ഈ ആൻസർ ആ വരുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോവല്ല. അത് എന്തുകൊണ്ട് ഈ ആൻസർ വന്നു, എങ്ങനെയാണ് ഈ ആൻസർ വന്നു എന്ന് അറിയാം. അങ്ങനെ എന്നാലേ നമുക്ക് ഈ സിമിലർ ആയിട്ടുള്ള, അതായത് ഈ ഇപ്പോ കാൽക്കുലേഷൻ ഒക്കെ വരുന്നതാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് മാറ്റിയിട്ടുള്ള വാല്യൂസ് മാറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ സെയിം പോലെ ചെയ്യണം. ഈ എക്സാമിന് വരുമ്പോൾ സെയിം പോലെ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രോബ്ലംസ് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയി നമുക്ക് ഉത്തരം നമ്മൾ ആൻസർ കീ നോക്കി ഇങ്ങനെ എടുത്ത് ചെയ്ത് അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കി ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് കുറെ. പിന്നെ ഞാൻ പറയുന്നത് കുറേ തവണ നിങ്ങൾ വെറുതെ ഇങ്ങനെ കുറെ പഠിച്ച്, അതായത് ഞാൻ പറഞ്ഞു റിവിസിറ്റ് ചെയ്യണം ഞാൻ കുറെ തവണ പറഞ്ഞു. ഇപ്പൊ ഇൻഓർഗാനിക് ആയാലും ഫിസിക്കൽ ആയാലും ഓർഗാനിക് ആയാലും നിങ്ങൾ കുറെ തവണ ബുക്ക് വായിച്ചോ അല്ലെങ്കിൽ കുറെ മനസ്സിലാക്കി പഠിച്ചോ എന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരികയെന്നും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരികയെന്നും എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആവും കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമ്മൾ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മുന്നേ വർക്ക്ഔട്ട് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് അറിയാം ഇതെങ്ങനെയാണ് പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ, നമുക്കപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ, അതായത് നമ്മൾ മുന്നേ പ്രീവിയസ് ഇയർ ചെയ്തപ്പോൾ വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളുടെ എക്സാമിനും ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ ക്വസ്റ്റ്യന് ടൈം കളയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ആൻസർ അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ചെയ്തു പോവാം. അപ്പൊ അതിന്റെ ടൈം നമുക്ക് സേവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുന്നത് അത്രയും നല്ലതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എക്സാമിന് ചിലർക്ക് കുറെ പേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നം വരുന്നത് ടൈമാണ്. ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ടൈം മാനേജ്മെന്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് പാർട്ടിന് മൊത്തം നമുക്കറിയാം 120 മിനിറ്റ്സ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ട് 25 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിന് ലാംഗ്വേജിനും ഇതിനൊക്കെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഒരു മിനിറ്റ് ഒന്നും ഒരു ക്വസ്റ്റിനെ എടുക്കാത്ത രീതിയിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പോവാം. പിന്നെ ബാക്കി 75 ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിൽ വരുന്ന കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ എന്താ ആദ്യം നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാം. അറിയാത്ത ക്വസ്റ്റ്യൻസ് കണ്ട ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം അറിയുന്നത് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അറിയുന്നത് ചെയ്ത് പോയി അവസാനം കംപ്ലീറ്റ് ചെയ്ത് അറിയുന്നതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ, ഇനിയിപ്പോ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലർക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യും. അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ അറിയുന്ന ക്വസ്റ്റ്യൻസിൽ അവസാനത്തേക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിൽ ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായി നമുക്ക് അതുപോലും നല്ലപോലെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അറിയുന്ന ആദ്യം ചെയ്തിട്ട് പിന്നെ ഇത് ബാക്കിലിട്ട് വന്നിട്ട് പിന്നെ അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കാം. പിന്നെ ഞാനൊക്കെ എക്സാമിന് ചെയ്തിരുന്ന വേറൊരു ടെക്നിക്കാണ്, ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഫിസിക്കലിലൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇത് ന്യൂമറിക്കൽസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് മനസ്സിലാവും. അതായത് ഈ MCQ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കറിയാം ചോയ്സസ് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ പല റേഞ്ചിലുള്ള ചോയ്സസ് ആണ്. അതായത് ഇപ്പോ ഒരു ചോയ്സ് 4, പിന്നെ അത് 40, പിന്നെ 400 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം വർക്ക്ഔട്ട് ചെയ്യാതെ തന്നെ ഇതൊന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് യൂണിറ്റ്, അതായത് നമ്മളുടെ ഓപ്ഷൻസിലുള്ള യൂണിറ്റും ഒക്കെ നോക്കിയിട്ട്, അതായത് ഒരു
ഫിസിക്കൽ പ്രോപ്പർട്ടീൻ്റെ യൂണിറ്റ്സ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ ആൻസറും കണ്ടുപിടിക്കാം. എന്നിട്ട് ഇനി വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ എക്സാമിൽ ഉപയോഗിക്കുന്നതാണ്. അതെ, ഇനി നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ, ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു മീൻസ് ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ട്, ചെറുതായൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ എന്താണ് കറക്റ്റ് ഇക്വേഷൻ എന്ന് കിട്ടുന്നില്ല. ലൈക്ക് ഏതൊക്കെ ഇക്വേഷനിൽ വരുന്ന ടേംസ് ഒക്കെ നമുക്കറിയാം, ഇതിൽ വരുന്ന കോൺസ്റ്റന്റ് അറിയാം, പക്ഷെ അത് ഡിനോമിനേറ്ററിലാണോ ന്യൂമറേറ്ററിലാണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ അങ്ങനത്തെ വല്ല കൺഫ്യൂഷനും വരികയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ആൻസർ ഉള്ള യൂണിറ്റും ഈ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ഉള്ള യൂണിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ചില ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ചിലത് ചെറിയ പാർട്ട് നമ്മൾ മറന്നു പോകുന്നൊക്കെ, ഇനിയിപ്പോൾ കോൺസ്റ്റന്റ് യൂണിറ്റ്ലെസ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഒക്കെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. അതൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രയായിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതണ്ട, കാരണം നെഗറ്റീവ് മാർക്ക് വരുത്താൻ നിൽക്കണ്ട. പിന്നെ ഗസ് ചെയ്യരുത് ഒരിക്കലും. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് ചെയ്യാണ്ട് പോകാൻ ബുദ്ധിമുട്ടാവും. അത് ഉത്തരം അറിയാന്ന് വിചാരിച്ച് ഇതാണ് ആൻസർ എന്ന് വിചാരിച്ച് നമുക്ക് ഉറപ്പില്ലെങ്കിൽ ചെയ്യരുത്. കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റാങ്ക് വേരിയേഷൻ നല്ല ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉറപ്പില്ല മാത്രം ചെയ്യുക. ആൻഡ് ഓൾസോ എന്താണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പൈസിന്റെ മെന്റേഴ്സിനോട് ചോദിച്ചിട്ട് അവര് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമ്മളിവിടെ എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എക്സാമിന് കൂടുതലായി നോക്കുന്നത്. പിന്നെ ടെൻഷൻ, കുറെ പേർക്ക് എക്സാം എടുക്കുമ്പോൾ ടെൻഷനും കൂടാറുണ്ട്. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല, കാരണം ടെൻഷൻ അടിച്ചാൽ നമുക്ക് ഇല്ലതുപോലും മറന്നു. കാരണം നമ്മൾ എത്ര പ്രിപ്പയർ ആയി വന്നാലും ഒരു നിമിഷം നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന പോലും ആൻസർ വരില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഓർമ്മയിൽ വരില്ല, നമുക്ക് ആകെ പ്രശ്നമായി പോകും. ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല, കാരണം എക്സാം ടഫ് ആയാലും ഈസി ആയാലും അത് എല്ലാവർക്കും അങ്ങനെ തന്നെ. അവരുടെ എക്സാം ടഫ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ഇത് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോമ്പറ്റീഷൻ നല്ലപോലെ കുറയും. അല്ലെങ്കിൽ എക്സാം നല്ല ഈസി ആയിരുന്നെങ്കിൽ നമുക്ക് എക്സാം നല്ല ഈസി ആണെങ്കിൽ നമുക്കറിയാം എല്ലാവരും നല്ലപോലെ സ്കോർ ചെയ്യും, എല്ലാവർക്കും നല്ല റാങ്ക് വരികയും ചെയ്യും. അതായത് ചെറിയ പോയിന്റ് മാർക്കിന്റെ വ്യത്യാസത്തിലൊക്കെ നല്ല വേരിയേഷൻ വരും റാങ്കിൽ. എക്സാം ടഫ് ആവുകയാണെങ്കിലും ഈസി ആവുകയാണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചത് നിങ്ങൾ എഴുതുക, നിങ്ങൾ സ്കോർ ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഗുണങ്ങളൊന്നും ചെയ്യില്ല. ടെൻഷൻ എപ്പോഴും ദോഷങ്ങളെ ചെയ്യില്ല. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചു പോയി നിങ്ങൾ എഴുതുക. നിങ്ങൾ അതിന്റെ മുന്നേ എക്സാം എഴുതുന്നതിന്റെ മുന്നേ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ വർക്ക്ഔട്ട് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്തോ നോക്കുക, എല്ലാ കൺസെപ്റ്റും ക്ലിയർ അല്ലേ നോക്കുക, ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ ഉണ്ടോ നോക്കുക. ആൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. ഇനി ഇത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, പ്രിപ്പേഴ്സിന്റെ തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കുക. ആൻഡ് അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അത്രയൊക്കെയാണ് നിങ്ങൾ എക്സാം ചെയ്യുന്നതിന്റെ മുന്നേ നോക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റും നിങ്ങളുടെ ടെൻഷന് കൺട്രോൾ ചെയ്യുക. ടൈം മാനേജ്മെന്റ്, ടൈം നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യനും അധികം ടൈം എടുക്കാണ്ട് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് പിന്നെ അവസാനം ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവസാനത്തേക്ക് വെച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. കാരണം എല്ലാ ക്വസ്റ്റ്യനും ഒരുപോലെയാണ്. എല്ലാ ക്വസ്റ്റ്യനും ശരിയായ 4 മാർക്ക് കിട്ടും, ഒരു തെറ്റായ -1 മാർക്ക് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾ അവിടെ വിട്ടിട്ട് പോയിട്ട് ബാക്കിയെല്ലാം ആൻസർ ചെയ്തിട്ട് വരിക, എന്നിട്ട് മറ്റേത് വന്ന് ചെയ്യാം. കാരണം അതിന് ടൈം കളഞ്ഞിട്ട് ബാക്കി അറിയുന്നത് പോലും അവസാനം എനിക്ക് കുറെ പേര് അങ്ങനെ അറിയാം. കാരണം അറിയുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവസാനം നമുക്ക് അവസാനത്തെ ഒരു 10-15 അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇനിയിപ്പോ അതിന് ടൈം ഇല്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവില്ല എന്നൊരു ടെൻഷൻ അടിച്ച് അങ്ങനെ കുറെ പേര് മാർക്ക് പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ടൈം മാനേജ്മെന്റ് ഒക്കെയാണ് എക്സാമിന്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ എക്സാമിന്റെ സമയത്ത് നോക്കേണ്ടത്. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ശരി, നിങ്ങൾ എല്ലാവരും നല്ലപോലെ എക്സാമിൽ പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.